ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റിനും സ്നാക്കിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ നല്ലൊരു ഇറച്ചിക്കറിയും കൂടി കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് അരിപ്പൊടി കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ പത്തൽ പൊടി ആയാലും മതി, അല്ലെങ്കിൽ പച്ചരി പൊടി ആയാലും മതി കേട്ടോ. അപ്പോൾ അതിലോട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് മിക്സാക്കി മാറ്റി വെക്കാം. ഇനി നമുക്കിത് തേങ്ങയാണ് വേണ്ടത്. 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി ഒരു 6-7 പീസോളം എടുത്തിട്ടുണ്ട്. പിന്നെ 3 വെളുത്തുള്ളിയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ തേങ്ങയൊക്കെ പൊടിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഈ ഒരു രീതിയിലാക്കിയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ആ ഒരു വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകും ഒക്കെ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം, വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് എടുത്ത് വെച്ച അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പച്ചരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് നല്ലോണം ചൂടാക്കിയെടുത്തെങ്കിലേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും ഒന്ന് ചൂടായ സമയത്ത് നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഇനി നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. നല്ലോണം വെള്ളം ഒഴിച്ച് ലൂസാക്കാൻ പാടില്ല. 1 കപ്പ് അരിക്ക് 1 കപ്പ് തന്നെ വെള്ളമാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. അപ്പോൾ ചില അരിയിൽ വ്യത്യാസം ഉണ്ടാവും. അരിപ്പൊടിയിൻ്റെ ആ ഒരു ഇത് യൂസാക്കുന്ന രീതിയിൽ നിങ്ങൾ വെള്ളം ഒഴിച്ചാൽ മതി. ഓവർ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലോണം ലൂസായി പോകും. അപ്പോൾ ഇത് കുറച്ച് സമയം ടൈറ്റ് ആക്കാനും കുറുക്കിയെടുക്കാനും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി നല്ലോണം കട്ടിയാക്കി എടുക്കണം. ഒന്നെങ്കിൽ ഇത് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കുക, അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലോട്ട് പൊടിയിട്ടൊന്ന് മിക്സാക്കിയാലും മതി കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് കുറച്ച് സമയം മാറ്റി വെക്കാം. അപ്പോൾ അതിൻ്റെ ചൂട് ഒന്ന് ആറി നമുക്ക് കൈ കൊണ്ടൊന്ന് തൊടാൻ പറ്റുന്ന രീതിയിലായിട്ടാകുമ്പോൾ നമുക്കൊരു വലിയ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച ആ ഒരു തേങ്ങയുണ്ടല്ലോ, അത് ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം എള്ളാണ്, കറുത്ത എള്ള ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ എള്ളില്ലെങ്കിൽ നമുക്ക് സാധാരണ തേങ്ങയിട്ട് മിക്സാക്കിയാലും മതി. തേങ്ങ അതിൻ്റെ കൂടെ ആ എള്ളൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇനി കൈ കൊണ്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പകുതിയാക്കാം. നമ്മൾക്ക് ഇതിന് പരത്തിയെടുക്കേണ്ടതാണ്. അപ്പോൾ കുറച്ച് കട്ടിയിലായിട്ടാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇതിനൊന്ന് പകുതിയാക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. നമ്മൾ പത്തലയൊക്കെ ചുടുന്ന ആ ഒരു രീതിയിൽ തന്നെ, പക്ഷേ ഇതിൽ നല്ല ഈ കൂട്ടൊക്കെ ചേരുമ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും അതെല്ലാം ചേരുമ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് കുറച്ച് തടിയിൽ തന്നെ നമ്മൾക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ കുറച്ച് കട്ടിക്ക് തന്നെ നമ്മളിത് പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ ഇത് ഗ്ലാസ്സെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പാക്കിയ ശേഷം നമ്മൾക്ക് ഇതിന്ന് ഓരോന്നെടുക്കാം. കുറച്ച് കട്ടിയിൽ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എണ്ണയിലൊക്കെ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാം എടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മാവ് ഒന്നും കൂടെ കുഴച്ചിട്ട് നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കാം. അപ്പോൾ ഇതിൽ കട്ടിയാവാനൊന്നുമില്ല. നമ്മളിത് എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് പൊടിയിട്ട് പരത്തിയെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഒന്ന് ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് ഇളക്കി കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിയിലാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇത് ഒന്നിച്ചിടാതെ ഓരോന്നും ഇട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് അടുത്ത ഇടാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യണം. ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിച്ച് പോകും. അപ്പോൾ ഒരെണ്ണം കുറച്ച് ചെറുതായിട്ടൊന്ന് കുക്കായ സമയത്ത് അടുത്തതിടാം. നല്ലൊരു ഗോൾഡൻ കളറാകുന്ന വരെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. ഇത് ചിക്കൻ കറി, ഇറച്ചിക്കറി അതിൻ്റെ കൂടെ എല്ലാം നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്ക്. രാവിലെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല ഈസിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയെടുക്കാൻ.
അപ്പോൾ ഞാനിവിടെ ഇറച്ചിക്കറീൻ്റെ കൂടെയാണ് കേട്ടോ വിളമ്പിയിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കുറച്ച് പെരുംജീരകവും ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം വേവിച്ച് വെച്ച ചിക്കനും ബീഫും ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചതാണ്. റെസിപ്പിയൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചത് എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.